കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ഈ സഭയുടെ ശുശ്രൂഷകൻ അതുപോലെ ജോണൈസർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. I greet all the saints of God in the beloved name of our Lord and Savior Jesus Christ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ സ്വർഗ്ഗത്തിലധികം നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. God, I thank the Lord for enabling us to worship the Lord in truth and spirit. എൻ്റെ പേര് ബ്ലെസൻ സാം എന്നാണ്. My name is Blessing Sam. വീട് ചെങ്ങന്നൂരിനടുത്ത് കാരിക്കാണ്ട പ്രദേശത്താണ്. And I hail from a place called Karakat near Chenganur. മുളക്കര ചർച്ച് കോഡ് സഭയുടെ മെമ്പറായും അവിടെ തന്നെ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. I have been a member of the Church of God in that local area, and also I am in the vineyard of the Lord. അതുമാത്രമല്ല വിവിധ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. And with the gospel I travel to many places too. Praise the Lord. Hallelujah. എൻ്റെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ വേലയ്ക്കായി വേർതിരിച്ചു. When I was in the womb of my mother, I was separated for the gospel of the Lord. ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസമൊക്കെ ചെയ്തെങ്കിലും നിരന്തരമായ ദൈവശബ്ദം ഞാൻ കേട്ടുവെങ്കിലും ദൈവത്തിന്റെ വേലയെ ആവർത്തനാകാതെ ഭൗതികമായി മണ്ഡലത്തിലാക്കി ഓടി. Even though I heard the call of the Lord, but I did not care much. I entered myself into secular jobs. തെരഞ്ഞെടുത്ത വഴികളൊക്കെ അടയപ്പെട്ട ഭവനത്തിന്റെ അകത്തളത്തിലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിന്റെ വേല ചെയ്യാം. Whatever the worldly path I have chosen had come to a close, and I was confined in the four walls of my home. Then I said, Lord, I will do your work. എന്നാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരു കൃപയും കിട്ടിയില്ല. I fasted and prayed, but the Lord did not fill me with any gifts. എന്നാൽ ഒരു കൃപ ദൈവം തന്നു. But the Lord gave me a grace. ആത്മാക്കളെ നേടുവാൻ. In order to save the lost souls. ആയിരങ്ങളെ നേടിയെടുപ്പാൻ ഈ പ്രായത്തിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. And in this short time, the Lord had enabled me to gain thousands of souls for the kingdom. അങ്ങനെ ഇരിക്കും ഞങ്ങളുടെ അടുത്ത പ്രദേശം അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പ്രദേശം ഒരു ദൈവദാസൻ ചില ഭവനങ്ങൾ കയറി ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഭവനത്തിൽ ഒരു പെൺപൈതൽ വളരെ നാളുകളായി ഭയം ബാധിച്ച് സ്വഭവനത്തിൽ കടക്കുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുവാനിടയായി. One of those times when I was visiting homes, I found a young lady who was suffering from fever and was confined in her home. ആ ദൈവദാസൻ ആ ഭവന നിവാസികളുടെ പ്രകാരം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ പൈതൽ വിടുതൽ പ്രാപിക്കും. And the servant of God said that if she believes in the Lord, this child is going to be delivered. അവർ പറഞ്ഞു, യേശു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ വിടുവിച്ചാൽ യേശുവിനെ ഞങ്ങളും ആരാധിക്കും. And the father and the parents of the girl said, if she is delivered, we will serve this Lord. അങ്ങനെ ആ ഭവനത്തിൽ 3 ദിവസം ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു. ആ ദൈവദാസൻ എന്നെയാണ് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചത്. And that servant of God, the local pastor, had arranged for 3 days of fasting, and I was called to minister there. ഞാൻ അവിടെ കടന്നു വരുമ്പോൾ ചെല്ലുമ്പോൾ 100 ഹിന്ദു സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. And when I went to minister there, about 100 Hindu brothers and sisters were assembled there. വിശ്വാസികൾ ഞങ്ങൾ 5-6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And out of them there were only 5 believers. അവരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിപ്പാനിടയായി. And before them I was able to exalt the name of the Lord Jesus Christ. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം സുവിശേഷ വിരോധികളുടെ വീട് വളയുവാനിടയായി. And I was ministering the word of God. Enemies of gospel surrounded that home. ഞാൻ ചിന്തിച്ചു, ഇത്രയും നാൾ പ്രവർത്തിക്കുക ആത്മാക്കളെ നേടുകയും ചെയ്തതിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പൊ കിട്ടാൻ പോവാ. And I have thought in my mind that I have been working in the vineyard of the Lord and saving souls, and I'm going to get something this day. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ വിളിച്ചത് നീ, തെരഞ്ഞെടുത്തത് നീ, അതുകൊണ്ട് ശത്രുവിന്റെ കരം എന്റെ മേൽ വെപ്പാൻ ഇടയാകരുത്. And I have called unto the name of the Lord and said, you are the one who called me and I serve you. Don't let any of these enemies of gospel touch my body. കുറച്ച് കഴിയുമ്പോൾ അവർ വന്നതുപോലെ തന്നെ മടങ്ങി പോകുന്ന കാഴ്ച കാണാനിടയായി. And afterwards these people came, but they left as they came. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പെൺപൈതൽ പൈശാചിക ശക്തിയാൽ അലറി ഇളകി എന്റെ മുന്നിലേക്ക് വരുവാനിടയായി. And as we were singing and praising God in the spirit, another girl who was possessed by the demon had shouted, and we have seen the demon leaving her. ഞാൻ വളരെ ഭാരപ്പെട്ടു. എനിക്ക് അശുശ്രൂഷയിൽ അവിടെ അശുശ്രൂഷ ചെയ്യാൻ അവിടെ ആരുമില്ല. And casting the demon was not one of my ministers, so I was worried about this girl. അത് മാത്രമല്ല, ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു, കൃപാവരങ്ങൾ എനിക്ക് വേണം, പക്ഷേ ഈ ഒരു ശുശ്രൂഷ മാത്രം നീ തരരുത്. And even though I hailed from a Pentecostal family, this kind of ministry I was never given. പിശാചിനെ പേടിയുണ്ടായിട്ടല്ല അങ്ങനെ പ്രാർത്ഥിച്ചത്, വിശ്വാസികളെ എനിക്ക് ഭയങ്കര പേടിയാണ്. Not because I was afraid of the demon, but I was afraid of the believers there. കാരണം ബൈബിൾ പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. The word of God says, resist the devil and he will flee away from you. എന്നാൽ വിശ്വാസിയോട് എതിർത്താൽ എതിർക്കുന്നവൻ ഓടേണ്ടി വരും. But if you resist the believers, the one who resists will have to flee away from them.
ഈ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ശ്രദ്ധയിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. And I have seen the so-called believers making fun of those ministers of God who cast demons. കാരണം ജനിച്ചു വളർന്ന മുതൽ വിശ്വാസികളെ ദൈവദാസന്മാരെ കണ്ടാ വളർന്നത്. Ever since I was born, I have been seeing believers and servants of God. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. Because of that, I know what is Pentecostal faith. Praise the Lord. Hallelujah. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ ഭാരത്തോട് ദൈവത്തോട് കണ്ണുനീരോട് നിലവിളിച്ചപ്പോൾ, But in the midst of that crisis where I cried aloud unto the Lord, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. and the Lord had told me that I have given you this special anointing now. ആ സമയം അപ്പഴത്തിന്റെ തലയിൽ കൈവെക്കുകയും അവിടെ ഉണ്ടായിരുന്ന 10-16 പേരുടെ അലറി താഴെ വീഴുവാനിടയായി. And I laid my hands upon this demon-possessed girl, and that we found that the demon started leaving her. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടെങ്കിലും അന്ന് പകൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തതായതുകൊണ്ട് ആ ശുശ്രൂഷ അവിടെ ചെയ്തെടുപ്പാനിടയായി. Even though I was worried in the beginning and prayed, but the Lord at the opportune time had filled me so that I could minister to the minister there. അത് നിമിത്തം അവിടെ കടന്നു വന്ന 100 പേർ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അവിടെ ഒരു സഭ ഉടലെടുക്കുവാനും ഇടയായി തീർന്നു. Because of that particular incident, these almost 100 Hindu people who have assembled had given their hearts to the Lord, and a church had evolved there. അതിനുശേഷമാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിവിധ കൃപാവരങ്ങൾ ദൈവം നിറച്ചു. And afterwards I have desired and prayed in the presence of God for the gifts of spirit, and He filled me with many. അന്ന് മുതൽ ഇന്ന് വരെ വിശ്രമം കൂടാതെ കർത്താവിന്റെ വേല And ചെയ്തുകൊണ്ടിരിക്കുന്നു. from that time onwards until now, I have been toiling in the vineyard of the Lord without any ഞാൻ rest. ചുരുക്കത്തിൽ സാക്ഷി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. And I have shared a brief testimony here. ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ, Children of God, if you sit with the faith in the presence of നമ്മുടെ God, നടുവിൽ അത്ഭുതം ചെയ്യുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. and the Lord Jesus is in our midst to do miracles in our midst. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഒരു വാക്യം ഈ പകൽക്കാലം വായിക്കാം. And let us turn to the word of God. യോഹന്നാന്റെ സുവിശേഷം 20-18 വാക്യം. Let us turn to the Gospel of John, chapter 20, verse 18. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നാം പറയും യോഹന്നാനാണെന്ന്. If we were to be asked who did the Lord Jesus love the most, we will say it was John. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ആരാണ്? But let me ask you, who was the one who loved the Lord Jesus the most? അത് മറ്റാരുമല്ല, മഗ്ദലക്കാരത്തി മറിയായിരുന്നു. It was no one else but Mary of Magdalene. എന്തുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ ഇത്രമാത്രം സ്നേഹിച്ചത്? Why did Mary Magdalene love the Lord Jesus Christ so much? അതും ലോകത്ത് ആരോട് ചോദിച്ചാലും പറയാൻ കഴിയത്തില്ല. മഗ്ദലക്കാരത്തി മറിയ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞേനെ. Other people cannot say why she loved the Lord most, but only she can say why. ഒരു കാലത്ത് കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചൊരു പ്രാന്തിയെ പോലെ ദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ എന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പേർച്ചു വിളിച്ചൊരു കർത്താവുണ്ട്. അത് മറ്റാരുമല്ല, യേശു കർത്താവാണ്. And when I was no one and I was wandering around without being cared by anyone, only one person who came near me, that was the Lord Jesus. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. Because of that I love Him. അങ്ങനെ യേശുവിനെ സ്നേഹിച്ചു വരവേ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. And she loved the Lord as He was in this world. Those times the Lord died at the cross. ഒന്നാം ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്നാം ദിവസം ആകുന്നതിന്റെ തലേ രാത്രി, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആകുന്നതിന്റെ തലേ രാത്രിയിൽ അവിടെ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു ചിന്ത ഉയർന്നു. And He was confined in death for 3 days. But when the day of the Lord arose, a thought came into her heart. യേശു എനിക്ക് വേണ്ടി പലതും ചെയ്തു, പക്ഷെ ഞാൻ യേശുവിന് വേണ്ടി ഒന്നും ചെയ്തില്ല. The Lord had done many things for me, but what did I do for the Lord? ഈ ചിന്തയുടെ ഹൃദയത്തിനകത്ത് കയറിയപ്പോൾ അവൾക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. When the thought came into her heart, she cannot sleep anymore. അവൾ പെട്ടെന്ന് യേശുവിന്റെ കല്ലറയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചുവെങ്കിലും, She wanted to go to the sepulchre of Christ. തീരുമാനമെടുത്തുവെങ്കിലും, And even though she took a decision, കതക് തുറന്നു നോക്കുമ്പോൾ ഇരുട്ടും വ്യാപരിച്ചു but നിൽക്കുകയാണ്. when she opened the door, it was still very dark. വീണ്ടും അവൾ കടന്നുറങ്ങി, വീണ്ടും കതക് തുറക്കുമ്പോൾ ഇരുട്ട് വ്യാപരിച്ചു നിൽക്കുന്നു. She went back to sleep, and then again woke up and opened the door. It was still dark. ഈ പകൽക്കാലം കടന്നു വന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, Child of God who had assembled here, let me tell you, നീ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ നിന്നെ മുന്നേറ്റത്തെ തടയുവാൻ, തീരുമാനത്തെ തെറ്റിക്കുവാൻ ഇരുട്ടിന്റെ ശക്തി വെല്ലുവിളിക്കും. whenever you take a decision for the Lord, the powers of darkness will pull you backward. എന്നാൽ ആ ഇരുട്ട് കണ്ട് അവൾ ഒതുങ്ങിയിരുന്നില്ല. 20-1 വാക്യത്തിൽ കാണുന്നു, ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കല്ലറയിലേക്ക് പോയി. But the darkness did not withhold her
But even while it was dark, she went to the sepulchre of the Lord. ഒന്നാമത്തെ പ്രതിസന്ധിയായ ഇരുട്ടിന്റെ ശക്തി അവൾ ജയിച്ചപ്പോൾ രണ്ടാമത്തെ പോരാട്ടം ആരംഭിച്ചു. The first crisis, the darkness she overcome, then another impediment came before her. അതൊരു ചോദ്യമായിരുന്നു, ആർ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? That was a question, who will roll the stone for me? ഒന്നാമത്തെ പ്രതിസന്ധിയെ ജയിച്ചവൾ രണ്ടാമത്തെ പ്രതിസന്ധിയുടെ നടുവിൽ വാടിപ്പോയില്ല. And the one who had overcome the first impediment was not tired before the second one. അവൾ വിളിച്ചു പറഞ്ഞു കാണും, ഈ കല്ലിനേക്കാൾ വലിയവനെയാ ഞാൻ സ്നേഹിക്കുന്നത്. She may have said aloud, I am serving a God who is greater, who is bigger than the stone. രണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അവൾ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ, And after overcoming these two crises, she went to അവൾ കുനിഞ്ഞു നോക്കുമ്പോൾ കല്ലറയിൽ യേശുവിനെ കാണുന്നില്ല. and she cannot see the Lord in the tomb. കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നു. She had already seen the stone rolled away. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ കടന്നു വന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, Child of God, let me tell you something. നിന്റെ പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, Regardless of what your problem is, നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് പ്രതിസന്ധിയാകട്ടെ, whatever that challenges you, ഈ പകൽക്കാലം വിടുതലുണ്ട്. there is a deliverance for you. എന്നാൽ നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഈ പകൽ വിടുതലില്ല, നീ വെയിറ്റ് ചെയ്യണം. And if you haven't received a deliverance for the things you desire, you wait before the Lord. ആ ദൂത വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, And upon the word of God, let me മറിയെ മഗ്ദലക്കാരത്തി മറിയെ വെല്ലുവിളിച്ചത് ഒരു ചോദ്യവും ഇരുട്ടിന്റെ ശക്തിയായിരുന്നു. അത് രണ്ടും മാറിപ്പോയി. And there were two things. First it was the power of darkness, and then the stone. Both were rolled away. എന്നാൽ അവൾ ആഗ്രഹിച്ചത് യേശുവിനെ കാണുക എന്നുള്ളത് കണ്ടില്ല. But she desired to see the Lord's body, but she did not. യേശുവിനെ കാണാതെ വന്നപ്പോൾ അവൾ എന്താ ചെയ്തത്? യേശു ശിഷ്യന്മാരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. And when she did not find the Lord in the tomb, she went back to the disciples. അവർ താമസിക്കുന്ന വീടിന്റെ ആ കതകിൽ ചെന്ന് മുട്ടുകയാണ്. And she went and knocked the door of the house they were dwelling in. 20-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ടെ. Chapter 20 verse 2. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇരുവരും ഒന്നിച്ചോടി. And here we see that Peter and the other disciples ran together. ഇരുട്ടുള്ളപ്പോഴാണ് കല്ലറയിൽ മഗ്ദലക്കാരത്തി മറിയ ചെന്നത്. ആ ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് ശിഷ്യന്മാരുടെ അരികിലേക്ക് പോയത്. And it was still dark when Mary Magdalene went to the tomb, and at the same time it is still dark when the disciples ran towards the tomb. ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസും യോഹന്നാൻ എന്ത് ചെയ്യാന്നറിയാം? സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And Peter and John were sleeping very sound at that time when she went to the sepulchre. അവരുടെ ആ വീടിന്റെ മുമ്പിൽ ചെന്നാണ് യേശുവിനെ കാണാനില്ലെന്ന് വിളിച്ചു പറയുന്നത്. And she went back to the house and knocked at the door and said, I cannot find the Lord Jesus. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ആ ശിഷ്യന്മാർ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. And they woke up and jumped out of their sleep and ran towards the tomb. എങ്ങനെ ഓടിയെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം ഉറക്കത്തിലുള്ള ഓട്ടമാണ്. And don't ask me how they ran. It was probably still in their sleep they ran. ഓട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല. They are running fine. നല്ല കയ്യടിയുണ്ട്, And there is good clapping. നല്ല പാട്ടുണ്ട്, There is good singing. നല്ല അന്യഭാഷയുണ്ട്. There is good speaking in tongues. പക്ഷെ എങ്ങനെ ഓടുന്നേന്നൂടെ ചിന്തിക്കണം. But child of God, you have to understand how you walk or run. 3 പേരവിടെ ഓടുന്നുണ്ട്. There are 3 people running. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നവർ ഇരുവരും ഒന്നിച്ചോടിയെന്ന. But the word of God says that those two ran together. എന്നാൽ ബൈബിൾ പരിശോധിച്ചാൽ മറ്റൊരാൾ മൂന്നാമതൊരാളോട് ഓടുന്നുണ്ട്. But in the word of God it says about another person also running. അത് മറ്റാരുമല്ല, മഗ്ദലക്കാരത്തി മറിയയാണ്. That was none other than Mary Magdalene. അങ്ങനെയെങ്കിൽ ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, മാത്രം അവർ മൂവരും ഒന്നിച്ചോടിയെന്ന്. If that were the case, the Bible would have recorded they all 3 ran together. എന്നാൽ ഞാൻ ദൈവത്തോട് കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല? I asked the Lord, why is it not written like that? എനിക്ക് കിട്ടിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. And I have a thought that I received from the Lord that I want to share. ഉറങ്ങുന്നവരെല്ലാം ഒരു ഗ്രൂപ്പും ഉണർന്നവരെപ്പോഴും ഒറ്റയ്ക്കുമായിരിക്കും. And there the group that were sleeping will be one, and the one who is wide awake will be another group. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം എന്നോട് ചോദിക്കും, പാസ്റ്റേ ഉറങ്ങുന്നവരും ഓടുന്നുണ്ട്, ഉണർന്നവരും ഓടുന്നുണ്ട്. And you may ask the one who is woken completely is also running with the half sleep people. അങ്ങനെയെങ്കിൽ ഉറങ്ങുന്നവരും ഉണർന്നവരും കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു, എങ്ങനെ തിരിച്ചറിയും? And you may ask, how do we recognize, differentiate between these two groups? Praise the Lord. Hallelujah. എന്നാൽ അടുത്ത വാക്യം വായിച്ചു നോക്കിക്കേ.
Let us read the next verse. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ഈ ഉറങ്ങുന്നവരാണെങ്കിലും അവരുടെ ഗ്രൂപ്പിന് സ്പീഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. And മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറക്കിലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് യേശുവിനെ കാണാനാ ഓടിയത്. they went there to see the Lord Jesus Christ's body. പക്ഷെ കണ്ടത് ശീലകളെയാണ്. But they only saw the clothes that was wrapped on his body. അതിന്റെ പുറകെ പത്രോസ് വരുന്നുണ്ട്. പുള്ളി എന്താ കണ്ടത് നോക്കിയേ. Let us see what Peter, who came the second time, finished second, saw. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ഉറങ്ങി ഓടിയാൽ ശീലകളും റൂമാലുമേ നീ കാണത്തുള്ളൂ. And a child of God, if you are running while in your sleep, you would sleep only the clothes and the headscarf. എന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കളെ കണ്ട് തൃപ്തി അടയുന്ന അനുഭവം. That means that you will only see lifeless things and you may get satisfied with those. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നെങ്കിൽ, Child of God, if you came to worship the Lord this morning, മറ്റുള്ളവരുടെ സാക്ഷ്യമോ മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങോ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് പോകാനല്ല നീ ഇവിടെ വന്നിരിക്കുന്നത്. you do not come looking at others, how they dressed and how they obeyed. കഴിഞ്ഞ നാളുകളിൽ നിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെ വിടുവിച്ച വിടുതലിന്റെ സാക്ഷ്യം വിടുതലിനെ കുറിച്ച് പറയുവാൻ ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായി ഈ പകൽ ഇവിടെ വന്നിരിക്കുന്നത്. Lord, you came to share your testimony of deliverance you received from the Lord. ഹല്ലേലൂയ. Hallelujah. അല്ലാതെ നിർജീവ വസ്തുക്കളെ കണ്ട് തൃപ്തി അടഞ്ഞു പോകരുത്. Don't ever live without a real worship, but only seeing the lifeless things. ഇതാ 3 പേര് കല്ലറയിലെത്തി. Here we see 3 disciples coming. മഗ്ദലക്കാരി മറിയ കല്ലറയിലെത്തിയിട്ട് ഒന്നും കണ്ടില്ല. Mary Magdalene came and she didn't see anything. രണ്ടാമത് യോഹന്നാൻ വന്ന് ശീല കണ്ടു. The second disciple John came and saw the clothes. മൂന്നാമത് പത്രോസ് വന്ന് ശീലയും റുമാലും കണ്ടു. And Peter came and he saw also the handkerchief that was covering. മൂന്നുപേരും ഒരിടത്ത് മൂന്നുപേരും പ്രാപിച്ചത് വ്യത്യസ്തമാണ്. Even though they came to the same place, these 3 people saw 3 different things. നിങ്ങളും വന്നത് ഒരിടത്ത്, നിങ്ങളും ആരാധിക്കുന്ന ഒരാളെയാണ്. You also came to the same place, you are worshiping the same God. എന്നാൽ ഇന്ന് പ്രാപിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. But what you receive will be different. എല്ലാവരും വിടുതൽ പ്രാപിക്കണമെന്നില്ല. Not everyone has to be delivered. എല്ലാവരും സൗഖ്യം പ്രാപിക്കണമെന്നില്ല. Everyone has to be healed. ഒരു വാഞ്ചയോട് ഒരുക്കത്തോടെ വന്ന ജീവിതങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കും. Child of God who came with the preparation will be delivered. പ്രൈസ് എന്ന 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, As we come to verse 10. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. Then the disciples went away again to their homes. അത് വായിക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. കാരണം യേശുവിനെ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പത്രോസും യോഹന്നാനും. And these disciples, Peter and John, were supposed to be seeking God. അവർ വന്നതുപോലെ വീട്ടിലേക്ക് പോയി. But they are unconcerned and they went back the same way they came. ഞാൻ ദൈവത്തോട് കർത്താവ് എന്താ ഇവർ ഇത്ര സ്പീഡിൽ പോകാൻ കാരണം? And I asked the Lord why they went back as they came in so fast. ഇവര് ഉറങ്ങിയ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്ര സ്പീഡിൽ പോകുന്നത് വീണ്ടും ഉറങ്ങാൻ തന്നെയാ. Because they came in the midst of their sleep and they went back to sleep. ചിലർ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ സമയം നോക്കുക. Some people will come and in the worship and they will look at the clock as they come in. എന്താ കാരണം? അവർ വന്നതുപോലെ അങ്ങ് പോകണം. Because they want to leave as they came in. ഇന്ന് പകൽ വന്നതുപോലെ പോകരുത്. ഒരു വിടുതൽ പ്രാപിച്ചേ പോകാവൂ. You must not be like that. You must get some deliverance. ഒരു അനുഗ്രഹം പ്രാപിച്ചേ പോകാവൂ. You must have some blessing received. ഹല്ലേലൂയ. Hallelujah. അത് മാത്രമല്ല, ഞാൻ അത് ഭാഗം പഠിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. And again, as I have learned the word of God, I understood more. ഈ ശിഷ്യന്മാർ മറ്റുള്ളവരുടെ വിടുതലെ കണ്ടിട്ടുള്ളൂ, സ്വന്തം ജീവിതത്തിൽ ഒരു വിടുതൽ പ്രാപിച്ചിട്ടില്ല. These disciples had seen many deliverance, but for others, they never had a deliverance in their own lives. വല്ലവരുടെയും വിടുതൽ കണ്ടിറങ്ങിയാൽ നീ ഉറച്ചു നിൽക്കത്തില്ല. And God, you cannot stand steadfast if you don't have the real experience, but have only seen. ചിലർ രോഗസൗഖ്യം കണ്ടിറങ്ങുമ്പോൾ സൗഖ്യത്തിന്റെ പുറകെ പോകുന്നു. ചിലർ പാസ്റ്ററെ കണ്ടിറങ്ങുന്നു, പാസ്റ്റർ പുറകെ പോകുന്നു. എന്നാൽ യേശുവിനെ കണ്ടിറങ്ങിയവൻ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. If you came to the church for seeing the pastor or seeing a deliverance or a miracle, you will see only that. But if you follow Christ, you will seek him. പണ്ട് ഹെബ്രോൻപുരത്തിലെ കിയ്യപ്രകാപ്പച്ചന്റെ കാലഘട്ടത്തിൽ ഒരു യോഗത്തിന് ശേഷം ഒരു വിരുന്ന് നടന്നു. Olden times, then when there was a meeting and there was a feast after the meeting. എല്ലാവർക്കും തറയിലിരുത്തിയാണ് ആഹാരം കൊടുക്കുന്നത്. And in India, people were made to stand in line on the floor.
എല്ലാവർക്കും ആഹാരം ഇങ്ങനെ വിളമ്പി അവസാനം പഴവും പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. And we have a peculiar way of mixing our fruits with our meal. അതിനുള്ള ചോറ് വിളമ്പി തൈരൊഴിച്ചു പഞ്ചസാര ഇട്ടു. And they were served rice and curd, and then they were given banana and sugar. രണ്ട് സഹോദരന്മാർ കൊട്ടയിൽ പഴമിട്ട് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the two brothers were serving banana to the line of people. ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ ഒരു സഹോദരൻ ഇച്ചിരി ഒരു പഴമാ കിട്ടിയത്. And on the way a brother got only a very small banana. അവൻ ആ കൈ പഴം വെച്ചിട്ട് അടുത്തിരിക്കുന്നവരെ നോക്കി അടുത്തിരിക്കുന്നവരെ നോക്കി. And he was holding this banana in his hands and looked to both sides to see what others had received. അവർക്കൊക്കെ വലിയ പഴം, തനിക്ക് ചെറിയ പഴം. They got big bananas, but this brother got only a small one. പെട്ടെന്ന് താൻ അവിടെ എഴുന്നേറ്റ് തന്റെ ഭാര്യയും പിള്ളേരെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. And immediately he got offended and he collected his wife and children and went and left the place. അടുത്ത ആഴ്ച സഭായോഗത്തിന് വന്നില്ല. And he did not come to Sunday worship. അതിന് അടുത്ത ആഴ്ചയും വന്നില്ല. He missed his worship for 2 weeks. ഉടനെ പാസ്റ്റർ പറഞ്ഞു, 2 ആഴ്ചക്കാലമായി എന്റെ സഹോദരൻ കുടുംബം ദൈവസഭയിൽ വരുന്നില്ല. And the pastor announced that brother and family are not coming for worship for 2 weeks. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ പോകണം. We must all go and see why he is not coming. അങ്ങനെ ആ പാസ്റ്ററും വിശ്വാസികൾ ആ വീട്ടിൽ ചെന്നു. And the believers and the pastor went to his home. ആ സഹോദരൻ പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചക്കാലം താങ്കൾ സഭയിൽ വരുന്നില്ലല്ലോ. And he was asked what is the reason behind not coming to church. ഉടനെ ആ സഹോദരൻ പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചക്കാലം അവിടെ നടന്ന സദ്യയിൽ എല്ലാവർക്കും വലിയ പഴം കൊടുത്തപ്പോൾ എനിക്ക് ചെറിയ പഴമാണ് നിങ്ങൾ തന്നത്. And in that feast I was given only a small banana. Praise the Lord. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ചർച്ചിലേക്കില്ല. Because of that you didn't consider me. I'm not coming to your church. ഉടനെ പാസ്റ്റർ പറഞ്ഞു, അത് അബദ്ധം പറ്റിയത്, അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല. And the pastor said it was a mistake. It was never intentional. ആ ബ്രദർ പറഞ്ഞു, ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അങ്ങോട്ടില്ല. And the brother told that no matter what you give, I'm not coming to that church anymore. ഉടനെ ആരോ പറഞ്ഞു, ഇത് കെയ്യപ്രക അപ്പച്ചന്റെ റിലേഷനിൽപ്പെട്ട ഒരു കുടുംബമാണ്, അതുകൊണ്ട് അപ്പച്ചനോട് പോയി പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞാൽ ഇത് കാര്യം അവർ കേൾക്കും. And somebody said that this man belongs to the family of Pastor K. Abraham, so if he comes and says this person might come. അങ്ങനെ പാസ്റ്റർ വിശ്വാസികളോട് വന്ന് അപ്പച്ചനോട് ഈ നടന്ന കാര്യം പറഞ്ഞു. And the pastor and the believers came and shared this experience with Pastor K. Abraham. അപ്പച്ചൻ ഇത് കേട്ടിട്ട് ഒറ്റ ചിരി അങ്ങ് ചിരിച്ചു. And then this Pastor K. Abraham started laughing as he heard this. എന്നിട്ട് പാസ്റ്ററോട് വിശ്വാസികളുടെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, പഴത്തിന്റെ പുറകെ വന്നവൻ പഴത്തിന്റെ പുറകെ പോകും, അതുകൊണ്ട് നിങ്ങൾ വേറെ ആത്മാക്കളെ തപ്പി പോകാൻ പറഞ്ഞു. And he said, don't worry about him. He came after material things and let him go seek for other souls. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, രോഗസൗഖ്യം കണ്ടിറങ്ങിയവൻ രോഗസൗഖ്യത്തിന് പിന്നാലെ പോകുമ്പോൾ, പാസ്റ്ററെ കണ്ടിറങ്ങിയവൻ പാസ്റ്റർ പിന്നാലെ പോകുമ്പോൾ, നന്മ കണ്ടിറങ്ങിയവൻ നന്മയുടെ പിന്നാലെ പോകുമ്പോൾ, യേശുവിനെ കണ്ടിറങ്ങിയ ഒരു ദൈവവേദൽ എന്ത് ഘട്ടം വന്നാലും പ്രയാസം വന്നാലും യേശുവിനെ പിന്നാലെ യാത്ര ചെയ്യണം. God, if you are following after anything but the Lord Jesus Christ, you will go. But if you follow him, you will serve the Lord steadfastly. Hallelujah. Hallelujah. അതുമാത്രമല്ല, ആത്മീയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മീയത്തിൽ പാരമ്പര്യമില്ല, ആത്മീയത്തിൽ സീനിയോറിറ്റിയും ഇല്ല. In the spiritual life there is no seniority or there is no family tradition. പത്രോസിന് യോഹന്നാൻ ഒത്തിരി പാരമ്പര്യമൊക്കെ അവകാശപ്പെടാനുണ്ട്. Peter and John could claim certain traditions. ഞങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന കണ്ടതാണ്. We have seen the Lord satisfying 5,000 with 5 loaves of bread and 2 fishes. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന കണ്ടു. And we have seen the lepers being cleansed. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന കണ്ടു. We have seen the dead rising from their tomb. അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. We have seen many miracles. ഞങ്ങൾ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തവരാണ്. And we have followed the Lord Jesus Christ. യേശു ഞങ്ങളെ തെരഞ്ഞെടുത്തവരാണ്. And we are the one who were chosen by Jesus. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് യേശുവിനെ അന്വേഷിക്കാതെ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കുന്നത്. And this same chosen disciples of God is not seeking the Lord Jesus anymore, but they went back to school. ഒരു കാര്യം ഞാൻ പറയാം, ആത്മീയത്തിൽ പാരമ്പര്യമില്ല, ആത്മീയത്തിൽ സീനിയോറിറ്റി ഇല്ല. There is no seniority or family tradition. യേശു ചോദിക്കുന്നു, ഇപ്പോൾ പിടിച്ചത് വല്ല ഉണ്ടോ? The Lord had asked them, do you have anything that you caught now? ഇന്നലെ നീ എന്ത് ചെയ്തു, ഇന്നലെ നീ ആരായിരുന്നു എന്നുള്ളതല്ല വിഷയം, ഇന്ന് നീ ആരായിരിക്കുന്നു എന്നുള്ള വിഷയം. It doesn't matter what you were before or yesterday, but what you are today is what matters. ഇന്നലെ പത്രോസിന് യോഹന്നാൻ ഒത്തിരി അനുഭവങ്ങൾ സാക്ഷ്യം പറയാനുണ്ട്, പക്ഷെ ഇന്ന് എന്ത് പറയാനുണ്ട്? Peter and John could share many testimonies of yesterdays, but what do you have today? യേശുവിനെ പോലും അന്വേഷിക്കാതെ അവർ വീട്ടിലേക്ക് പോകുന്നു. They are not even
seeking the Lord, but they are going back to their home. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ ഒരു കാര്യം പറയണം. പത്രോസും യോഹന്നാനും പോയെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു, പാസ്റ്ററും പോയി സെക്രട്ടറിയും പോയി, എന്നാൽ ഞാനും പോവുക. Mary Magdalene would have also said, Peter and John left, so I am also going. Praise the Lord. മഗ്ദലക്കാരത്തി പറയാൻ ഒരു കാര്യമുണ്ട്, ആരൊക്കെ പോയാലും എനിക്ക് പോകാനൊക്കത്തില്ല, കാരണം ഞാൻ വഴിയരികിൽ കിടന്ന് സൗഖ്യമായവള്. Mary Magdalene could say that, no, regardless of who lives, I cannot, but I have a much greater salvation. ഇന്ന് പകൽ നീ ഒരു യേശുവിൽ നിന്നൊരു വിടുതൽ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, യേശുവിൽ നിന്നൊരു നന്മ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ആരെല്ലാം വിട്ടുപോയാലും ഉറച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കണം. Regardless of who lives, but you stand steadfast to serve the Lord. ഒരുപക്ഷേ കൂടെ ആരാധിക്കുന്നവർ വിട്ടുപോയെന്ന് വരാം. People who got worshipped with you may have left. ഒരുപക്ഷേ നിങ്ങളുടെ പാസ്റ്റർ വിട്ടുപോയെന്ന് വരാം. Pastor may have gone. അതുകൊണ്ട് നിങ്ങൾ വിട്ടുമാറി പോകരുത്. But you must not withdraw. നിങ്ങളെ വിളിച്ചത് യേശുവാണ്. It is the Lord who called you. നിങ്ങളെ സ്നേഹിക്കുന്നത് യേശുവാണ്. It is the Lord whom you love. അവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. He will never leave you astray. അവൻ നിന്നെ കൈവിടുന്നവനല്ല. Never forsake you. അവൻ നിന്നോട് കൂടെ എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുന്നവനാണ്. അവൻ നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ്. അവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. ഒരുപക്ഷെ നിനക്ക് പാരമ്പര്യമില്ലായിരിക്കാം, നീ ഇന്നലെ വന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ ഉറച്ചു നിന്ന് ആ ദൈവീയ മഹത്വം കാണുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. 11-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. പത്രോസും പോയി യോഹന്നാനും പോയെങ്കിൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പോകാൻ കഴിയത്തില്ല, അവൾ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. Even though Peter and John left, Mary Magdalene did not leave. She stood weeping at the tomb. നമുക്ക് മഗ്ദലക്കാരത്തി മറിയോട് ചോദിക്കാം, സഹോദരി എല്ലാവരും പോയില്ലേ? നീ കണ്ട കല്ലറ ശൂന്യതയുടെ കല്ലറയാണ്. കൂടെ വന്നവർ ശീലയും റുമാലുമാ കണ്ടത്. പിന്നെ അങ്ങനെയുള്ള കല്ലറയുടെ വാതിൽക്കൽ നീ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് എന്തു പ്രയോജനം? If we ask her question, now that the disciples are left and the tomb is empty, why you are still standing and crying? ഈ കല്ലറയിൽ കരഞ്ഞുകൊണ്ട് നിന്നാൽ എന്ത് കാണാനാണ്? What are you going to achieve by weeping and standing here? Praise the Lord. Hallelujah. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഈ പകൽക്കാലം ഒന്ന് പറയാറുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് എന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല. Mary can testify to the fact that he will never go without considering my tears. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ഒറ്റപ്പെട്ട മണ്ഡലത്തിലായിരിക്കാം നീ നിൽക്കുന്നത്. Child of God, you may be isolated from others. നിന്നോടൊപ്പം മുട്ടുമടക്കാൻ ആരുമില്ലായിരിക്കാം. You may not have anyone to deal in the presence of God with you. നിന്റെ പ്രശ്നത്തിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. There is no one to help you in your problem. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലത്തിലായിരിക്കാം നീ പകൽ നിൽക്കുന്നത്. You may be standing in a hopeless situation. ഒന്നും കാണാനില്ലായിരിക്കാം. You may not have anything. എന്നാൽ ഇന്ന് പകൽ പ്രതീക്ഷയോട് കരയാൻ തയ്യാറാണോ? What is the hope if you can cry before the ഈ Lord? പകൽ പ്രതീക്ഷയുടെ ആരാധിക്കാൻ തയ്യാറാണോ? Are you willing to worship with a great hope? ഈ പകൽക്കാല പ്രതീക്ഷയുടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണോ? Are you hopeful in praising God this morning? ഈ പകൽ നിന്റെ മുമ്പിൽ ഒരു വിടുതൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. God is going to see a miracle for you. നിന്റെ തലമുറയിൽ ഒരു വിടുതൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. God is going to do a deliverance. നിന്റെ സഭയ്ക്കകത്ത് ദൈവം ഒരു വിടുതൽ ചെയ്യാൻ പോകുകയാണ്. Deliverance in your church. Praise the Lord. Hallelujah. പരിശുദ്ധാത്മ പറയുന്നു, കരയാൻ തയ്യാറാണെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു വിടുതൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. God, the Holy Spirit is saying that if you are crying, the Lord will do a miracle before you. അവൾ കരയുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു നോക്കുന്നുണ്ട്. Not only that she is standing and weeping, but she is looking into the tomb again and നമുക്ക് again. മതലക്കാരത്തി മറുപടി ചോദിക്കാം, സഹോദരി നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു നോക്കുന്നേ? Let us ask her why you are intermittently looking into the grave. നീ കണ്ട കല്ലറ ശൂന്യതയുടെ കല്ലറയല്ലേ? And haven't you seen the tomb being empty? നിന്റെ കൂടെ വന്നവർ ശീലയും റുമാലുമല്ലേ കണ്ടത്? And the ones who came with you had seen only the clothes and the headscarf. അങ്ങനെയുള്ള കല്ലറയ്ക്കകത്ത് പിന്നെ എന്ത് കാണാനാണ്? Then what are you waiting to see inside this tomb? അവള് പറയും, മറ്റുള്ളവർ കാണാത്തൊരു കാര്യം ഞാൻ കാണാൻ പോവുകയാണ്. She would say that I'm going to see something that others haven't seen. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം. God, if you are praying, you must have a faith. എന്റെ അടുത്തിരിക്കുന്നവർ കാണാത്തൊരു വിടുതൽ ഞാൻ കാണാൻ പോവുകയാണ്. I am going to see a deliverance that others don't see. എന്റെ അടുത്തിരിക്കുന്നവർ പ്രാപിക്കാത്തൊരു സൗഖ്യം ഞാൻ ഈ പകൽ പ്രാപിക്കാൻ പോവുകയാണ്. Receive a healing
receiving. മറ്റുള്ളവർ പ്രാപിക്കാത്തൊരു നന്മ ഞാൻ കാണാൻ പോകുകയാണ്. I'm going to see the goodness of the Lord even when others don't see it. എത്രവർക്ക് ഈ പകൽ വിശ്വാസമുണ്ട്? How many of you have that faith? മറ്റുള്ളവർ പ്രാപിക്കാത്തൊരു വിടുതൽ ഞാൻ കാണും. I am going to see a deliverance. മറ്റുള്ളവർ പ്രാപിക്കാത്തൊരു നന്മ ഞാൻ കാണും. I'm going to see the goodness of the Lord. Praise the Lord. Hallelujah. അവൾ കുനിഞ്ഞു നോക്കുമ്പോൾ ശീലയും റുമാലുമല്ല കാണുന്നത്. And as she is looking again in the tomb, she is not only seeing the clothes. അവൾ കുനിഞ്ഞു നോക്കുമ്പോൾ യേശുവിന്റെ ശരീരം കിടന്നിടത്ത് രണ്ട് ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. She had seen two angels standing where the body of Christ was placed. പത്രോസ് യോഹന്നാന് ശീലയും റുമാലും കണ്ടെങ്കിൽ പ്രാർത്ഥിച്ചവൾ കരഞ്ഞവൾ കാണുന്നത് താലെ ജീവനുള്ള ദൂതന്മാരെയാണ്. Peter and John had seen only the clothes left, but she is seeing two living angels. എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുവാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവർ കാണാത്തൊരു വിടുതൽ ദൈവം നിന്റെ മുമ്പിൽ കാണിക്കാൻ പോകുകയാണ്. You will see a deliverance that others don't see if you are willing to cry in the presence of God. അവർക്ക് വേണേ പറയാൻ മറിക്ക് പറയാൻ കഴിയും, പത്രോസ് യോഹന്നാന് ശീലയും റുമാലും കണ്ടത് ഞാൻ ദൂതന്മാരെ കണ്ടല്ലോ. And she could say that they have only seen the clothes left over, but I have seen the angels. കരയുന്നവൾ എന്തെങ്കിലും കണ്ട് തൃപ്തി കടഞ്ഞു പോകുവാനല്ല തീരുമാനിക്കുന്നത്. But she was not satisfied with seeing the angels. നമ്മൾ പ്രതീക്ഷയോടെ വന്നെങ്കിൽ എന്തെങ്കിലും പ്രാപിച്ചൊക്കെ അങ്ങ് പോവുകയാ. If we are coming hopeful and if we receive something, we are satisfied. എന്നാൽ മദ്ദലക്കാറ്റ് പറയുന്നു, ദൂതന്മാരെ നിങ്ങളെയല്ല എനിക്ക് കാണേണ്ടത്, എന്നെ വിടിവെച്ച എന്റെ യേശുവിനെ കാണേണ്ടത്. She did not want to see the angels, but she wants to see her Redeemer. ഇന്ന് പകൽ നീ ഏത് പ്രതീക്ഷയോടെ വന്നത് ആ പ്രതീക്ഷ വിടുതൽ പ്രാപിച്ചേ പോകാവൂ. Child of God, if you came with a special expectation, you must receive before you leave. ഇന്ന് പകൽ ഒരു സൗഖ്യം പ്രതീക്ഷിച്ച് വന്നെങ്കിൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. If you expected a healing, you must receive that before you leave the presence of God. Praise the Lord. Hallelujah. ദൂതന്മാർ നിൽക്കുന്ന കണ്ടെങ്കിലും അവൾ പറയും, ദൂതന്മാരെ അല്ല എനിക്ക് കാണേണ്ട, യേശുവിനെയാണ് കാണേണ്ടത്. Even though she had seen the angels, she wants to see the Lord Jesus. അവൾ പിന്നോക്കം തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. And when she had turned, she saw the Lord Jesus Christ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു യേശുവാണെന്ന് അവൾ അറിഞ്ഞില്ല. But she did not recognize him. ഞാൻ ചിന്തിക്കായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് വേദനിച്ച് എല്ലാവരും മാറിപ്പോയപ്പോഴും യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തിൽ നിന്ന് മദ്ദലക്കാറ്റ് മറിയിപ്പോൾ എന്തു പറ്റി? And I was wondering what had happened to her with all this expectation she wanted to see, but she still doesn't recognize him. അവൾ യേശു മുൻപിൽ നിൽക്കുന്നത് കണ്ടിട്ടും യേശുവാണെന്ന് അറിയുന്നില്ല. She doesn't recognize the Lord Jesus standing before her. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാവരും മാറിപ്പോയപ്പോൾ ഏകയായി തീർന്നപ്പോൾ അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇറങ്ങി തിരിച്ചത് വെറുതെ ആയി തീർന്നു. And she may have thought that all my toils is in vain. എന്റെ വിശ്വാസം തെറ്റിപ്പോയോ? Oh, wasn't my faith wrong? ഞാൻ ഇവിടെ നിന്നത് വെറുതെ ആയി പോയോ? Is it for nothing that I stood here? അങ്ങനെ അനാവശ്യ പരാതികത്തിന്റെ ചിന്തകൾ അവന്റെ അവിടെ അകത്തളത്തിൽ കയറിയപ്പോൾ, When these kinds of worries came into her heart, നിരാശയോടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ despair gripped her heart. അവിടെ ആത്മീയ കണ്ണടഞ്ഞുപോയി. Her spiritual eyes got shut. ഈ പകൽ കടന്നുവന്ന് വിശ്വാസ സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, Let me tell you believers, നിരാശയോടെ പ്രാർത്ഥിച്ചാൽ ആ മുമ്പിൽ വെളിപ്പെടുന്ന വിടുതൽ കാണുവാൻ കഴിയത്തില്ല. if you pray in despair, you will not see the deliverance of God. എന്നാൽ പ്രത്യാശയോടെ നിൽക്കുന്ന ഒരു ദൈവവേദൽ മുമ്പിൽ വെളിപ്പെടുന്ന വിടുതൽ കാണുവാനിടയാകും. But if you pray with hope, the Lord will work in your behalf. മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ അവൾ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു. And she thought that the gardener was standing before her. ഇന്നലെ വരെ യേശുവിനെ അവൾ വിളിച്ചത് ഗുരുവേ, റബ്ബൂനി, ഹാലെ പ്രാണപ്രിയ എന്നൊക്കെയാ. And yesterday she had called the Lord Rabbi, my Lord. But today what does she call him? തോട്ടക്കാരാ. And she called gardener. എന്താ സംഭവിച്ചത് മദ്ദലക്കാരി അറിയിക്കുക? What had happened to Mary Magdalene? അവിടെ ആത്മീയ കണ്ണടഞ്ഞുപോയി. The spiritual eyes had closed. ഇപ്പൊ യേശുവിനെ കാണാൻ കഴിയുന്നില്ല. She cannot recognize him. കേരളത്തിലൊക്കെ ചില ദേവദാസന്മാർ വീട്ടുകളിൽ സന്ദർശനത്തിൽ ചെല്ലുമ്പോൾ, Back in Kerala, when pastors do home visits, ചില വിശ്വാസികൾ അടുത്തുള്ളവരോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard certain believers telling others. ദോ വരുന്നു ഞങ്ങളുടെ വേലക്കാരനും വേലക്കാരിയും കൂടെ. They will say that there comes our servant and his wife. ദോ വരുന്നു ഞങ്ങളുടെ ദാസനും ദാസിയും. And they will call him servant. നിന്റെ വേലക്കാരനാണോ? Is he your servant? നിന്റെ ദാസനാണോ? Is he your servant? വിളി കേൾക്കുമ്പോൾ അറിയാം കാഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. Whenever we hear your address,
we will know what kind of person you are. മഗ്ദലക്കാരത്തി മറിയ ഇന്നലെ വിളിച്ചത് ഗുരുവേന്നായിരുന്നു. And yesterday she called him master. ഇപ്പൊ തോട്ടക്കാരെന്ന് വിളിച്ചെങ്കിൽ ഓർത്തോണം, നിന്റെ കാഴ്ച മങ്ങിപ്പോയി. Now if you call him gardener, your spiritual eyes are dimmed. നിന്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം, നിന്റെ സംസാരം കാണുമ്പോൾ അറിയാം കാഴ്ച ഉണ്ടോ കാഴ്ചയില്ലയോ എന്നുള്ളത്. When your hard action and the words are heard and seen, you will know your spiritual condition. യേശുവിന് മനസ്സിലായി, എനിക്ക് ഇവളെ എന്നെ അവൾക്ക് കാണുവാൻ കഴിയുന്നില്ല. Lord Jesus understood that she didn't recognize him. യേശു തിരിഞ്ഞു നിന്ന് അവളെ മഗ്ദലക്കാരത്തി മറിയേ എന്ന് വിളിച്ചു. The Lord had called him Mary Magdalene. തിരിഞ്ഞു നിന്ന് അവൾ റബ്ബൂനി എന്ന് വിളിച്ചു. And then she immediately called him Rabbi. ഞാൻ ചെന്ന് ചോദിക്കും, മഗ്ദലക്കാരത്തിയോട് നമുക്ക് ചോദിക്കാം. Let us ask her a question. മഗ്ദലക്കാരത്തി മറിയേ, യേശുവിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? You did not recognize the Lord Jesus Christ when you saw him. പിന്നെ എങ്ങനെ യേശുവിന്റെ ശബ്ദം നിനക്ക് മനസ്സിലായി? How did you recognize his voice? അവൾ പറയും, ചില വർഷങ്ങൾക്ക് മുമ്പേ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്തിയെ പോലെ നടന്നപ്പോൾ എന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ച വിളിയുടെ ശബ്ദം ഇപ്പോഴും എന്റെ കാതിലുണ്ട്. She would say that it is the call of the Lord when I first met him is still ringing in my ears. ഒരു കാര്യം ഇന്ന് മുതൽ വിശ്വാസ സമൂഹത്തോട് പറയാം, യേശുവിനെ കണ്ടില്ലേലും അവന്റെ ശബ്ദമെങ്കിലും തിരിച്ചറിയണം. Not his face, but at least we should recognize. എന്റെ യേശുവിടെ വന്നിട്ടുണ്ട്. The Lord's presence is here. നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും Even though you don't see him, ഈ പകൽ അവന്റെ ശബ്ദമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. you are hearing his voice. ആ ശബ്ദം ഒന്ന് തിരിച്ചറിയാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ You are willing to recognize his voice. ദൈവം നിനക്കൊരു ദൗത്യം തരാൻ പോവുകയാണ്. God is going to give you a mission. എന്താണ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കൊടുത്ത ദൗത്യം? What was the mission entrusted to her? മഗ്ദലക്കാരത്തി മറിയേ, Oh Mary Magdalene, നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണം, you have to go to my brothers and ഞാൻ sisters. മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Listen from among the dead. യേശുവിന്റെ ശബ്ദം നീ കേട്ടെങ്കിൽ If you have heard the voice of God, അവൻ നിനക്കൊരു ദൗത്യം തരുന്നു. he will give you a mission. എന്താണ് ദൗത്യം? What is the mission? നിന്റെ സഹോദരന്മാരോട് പോയി യേശുവിനെ കുറിച്ച് പറയണം. And you have to go and tell your brother about the Lord. എന്താണ് പറയുന്നത്? യേശു കർത്താവ് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Jesus Christ has risen from among the dead. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എത്ര ആണുങ്ങൾ അവിടെ ഉണ്ട്, പുരുഷന്മാരുണ്ട്, എന്തുകൊണ്ട് ഈ സഹോദരിമാരെ തെരഞ്ഞെടുത്തു? And I was wondering, Lord, there were so many men accompanied you. Why did you choose this woman for this mission? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ സഹോദരിമാരോട് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ ഒരു 10 പേരോടെങ്കിലും പറയും. And if you entrust a sister with a secret, she will at least share with the 10 people. സഹോദരിമാർ പണങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് യേശുവിനും അറിയാം. Jesus knows well their nature. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. And you may ask, you have any proof from the word? I would say yes. യേശു ഭൂമിയിലായിരുന്നപ്പോൾ When the Lord was upon this earth, യേശുവിനെ ഒരു സ്ത്രീ കണ്ടു പരിചയപ്പെട്ടു. a woman came and acquainted with the Lord. അവിടെ പേരെഴുതിയിട്ടില്ലെങ്കിൽ ദേശത്തിന്റെ പേര് കൊണ്ട് നമുക്ക് അവളെ അറിയാം. And even though her name is not written, the name of the place where she came, ശമരിയ സ്ത്രീ, the Samaritan woman, മുമ്പിൽ നിൽക്കുന്ന മശികയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. she recognized that Messiah was standing before her. അവൾ പട്ടണത്തെ ഇളക്കി. And she went and told everybody in the city. 12 ശിഷ്യന്മാർ നോക്കിയിട്ട് ഇന്നേ വരെ ഒരു പട്ടണം ഇളകിയില്ല. And even though the disciples had tried so far, they could not stir up a city. എന്നാൽ ഒരു സഹോദരി ഒരു പട്ടണത്തെ ഇളക്കി. But a woman could stir up the whole city. She came from. അമ്മേ കർത്താവ് നോട്ടമിട്ടതാ. And from that day onward, the Lord knew whom to entrust a certain mission. കുടുംബത്തെ ഇളക്കാനല്ല, സഭ ഇളക്കാനല്ല, ആത്മാക്കളെ ഇളക്കുവാൻ നാം തയ്യാറാകണം. It is not to stir up your home or your church, but to stir up souls outside. ദൈവം നമുക്കൊരു ദൗത്യം തന്നിരിക്കുകയാണ്. The Lord had given you a mission. നീ അവനെ കണ്ടുവെങ്കിൽ, അവന്റെ ശബ്ദം കേട്ടുവെങ്കിൽ, If you have seen or heard his voice, നമുക്കൊരു ദൗത്യമുണ്ട്. we have a mission. നമ്മുടെ സഹോദരന്മാരുടെ യേശുവിനെ കുറിച്ച് പറയണം. You have to share about the risen Christ with your fellow brothers. 3 കാര്യം നിങ്ങളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Let me remind you 3 things. ഒരു മാസത്തിൽ In 1 month, 2 പേരോടെങ്കിലും ഞാൻ സുവിശേഷം at പറയും. least I must share the gospel with the 2 people. എത്ര പേരുണ്ട്? How many of you are there? യേശു നിന്നെ വിടുവിച്ചതാണ്. The Lord had delivered me. യേശുവിന്റെ സൗഖ്യം നീ I അനുഭവിച്ചതാണ്. have received healing. യേശുവിന്റെ നന്മ ഇന്നലെ നീ I have അനുഭവിച്ചതാണ്. seen the goodness of the Lord. യേശു നിനക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. And the Lord had done many things in my ഇന്ന് പകൽ life. യേശുവിന് വേണ്ടി നീ എന്ത് ചെയ്തു? What did you do for the Lord in
ദൈവം നിനക്കൊരു ദൗത്യം തരാൻ The ആഗ്രഹിക്കുന്നു. Lord wants to give a ഒരു മാസത്തിൽ 2 പേരോടെങ്കിലും സുവിശേഷം പറയും. to share the gospel with the least. എത്ര പേരുണ്ട്? How many of you are there? കൈതാത്തിട്ടാര്? ദൈവം എനിക്ക് സുവിശേഷം പറയാൻ എനിക്ക് കഴിയത്തില്ല, ദൈവം എനിക്ക് നന്മ തന്നിട്ട് ആ നന്മ ഞാൻ ദൈവനാമത്തിന് വേണ്ടി ചെലവിടും. Even though I don't share the gospel, I would want to spend for the Lord whatever He had given in my life. എത്ര പേരുണ്ട്? How many of you are there? ദൈവം എനിക്ക് തന്ന നന്മ ദൈവനാമത്തിന് വേണ്ടി ചെലവിടും. And whatever the Lord gives, I will spend for His glory. മൂന്നാമത് പറയട്ടെ, Thirdly, പറയാനും വയ്യ കൊടുക്കാനും വയ്യ, പക്ഷെ കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. but at least I will pray for those who do the ministry of the Lord 1 hour. എത്ര പേരുണ്ട്? പല കരങ്ങളും പൊങ്ങിയില്ല. Many hands were not risen. ഞാൻ Raised. കൈ പൊക്കിക്കാനും വരുന്നില്ല. And that was not my intent either. പക്ഷെ ഡെങ്കിപ്പനി, എലിപ്പനി എന്ന് വേണ്ട പല രോഗങ്ങളും ഈ ലോകത്തുണ്ട്. In the children of God, there are so many maladies in this world. ആ രോഗങ്ങൾ പിടിപെട്ടിട്ട് കൈയും കാലും അനങ്ങാതെ ആകുമ്പോൾ കർത്താവേ നിന്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞ കർത്താവ് പറയും, നിന്നെ എനിക്ക് വേണ്ട. And in the midst of crisis, if you say that, Lord, I will do your work, the Lord may not want you. നിനക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് നീ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത്. You have to stand when you are healthy. Praise the Lord. Praise the Lord. നിനക്ക് സൗഖ്യവും ആരോഗ്യവും സൗന്ദര്യമുള്ളപ്പോഴാണ് യേശുവിന് വേണ്ടി നിൽക്കേണ്ടത്. Prime time that you have to stand for the Lord. അപകടം വന്ന് കൈയും കാലും നഷ്ടപ്പെടുമ്പോഴല്ല, Not after you have succumbed. നിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴല്ല, When your sight diminishes. നിന്റെ ബുദ്ധി നഷ്ടപ്പെടുമ്പോഴല്ല, Not when you cannot think properly. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ യേശുവിനെ ഉയർത്തുവാൻ തയ്യാറാകണം. When you are healthy, you have to exalt the name. ഇന്നലെ നിന്റെ തലമുറയെ വിടുവിച്ച ദൈവമായത്, നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമാണ്. Marvelous things in your ഭവനമില്ലാത്ത നിനക്ക് ദൈവം ഭവനം തന്നു. good home. തലമുറയില്ലാത്ത നിനക്ക് ദൈവം തലമുറയെ തന്നു. Given you shoes. ജോലിയില്ലാത്ത നിനക്ക് ജോലി തന്നു. Given you work. സഹോദരന്മാരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തി. നിനക്കുണ്ടായ പല രോഗങ്ങളും ഉണ്ടായ രോഗത്താൽ പലരും ഈ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ, And when many people who had succumbed to the same sickness you who were succumbed that had left this world, ദൈവം നിന്നെ സൗഖ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ but the Lord had given you healing. ഈ പകൽക്കാല തീരുമാനമെടുത്ത് ഇവിടുന്ന് പോകാവൂ. You have to take a decision before you live. എന്നെ രക്ഷിച്ച എന്റെ കർത്താവിന്റെ വേല ഞാൻ ചെയ്യും. And I will do the work of the Lord. അതൊരു പാസ്റ്ററെ മാത്രം ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ല. And it is not the work that is entrusted only to ഒരു പാസ്റ്റർ ഭാര്യയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ല. entrusted to the pastor's wife. അവന്റെ ശബ്ദം കേട്ടിരിക്കുന്ന, And the one who had heard his അവന്റെ ശബ്ദമേറ്റ് കേട്ടിരിക്കുന്ന, man who had heard his voice. അവന്റെ വിടുതൽ അനുഭവിച്ച Who had experienced. ഓരോ ദൈവവൈദ്യനും ഉത്തരവാദിത്വമാണ്. We all have that responsibility. ആ ദൗത്യം മഗ്ദലക്കാരത്തി മറിയം ഏറ്റെടുത്തപ്പോൾ When Mary Magdalene took the mission, ഇന്നലകളിൽ അവളെ കണ്ട് മാറിപ്പോയ വ്യക്തി ജീവിതങ്ങൾ, those people who avoided her until yesterday, ഇന്നലെ അവളെ കണ്ട് മൂക്കുപൊത്തിയ ജീവിതങ്ങൾ, and those people who couldn't stand her, യേശുവിനെ കുറിച്ച് അവൾ വിളിച്ചു പറയുമ്പോൾ അവൾ അരികിലേക്ക് ഓടി ചെല്ലുവാനിടയായി. as she is proclaiming about the risen Lord, they are thronging towards her. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. Lord, where is the place where you were despised, the Lord is going to honor. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ As we come to verse 18, മഗ്ദലക്കാരത്തി മറിയം പറയുന്നു, Mary Magdalene says, ഞാൻ കാണുക മാത്രമല്ല, not only that I have seen the ഞാൻ അവന്റെ ശബ്ദവും കേൾക്കുന്നു. but I am hearing his voice also. ഇന്നലെ കണ്ടില്ല, ഇന്നലെ ശബ്ദമേ കേട്ടോളൂ. Yesterday I didn't hear him, I didn't see him, but only എന്ന ദൗത്യം ഏറ്റെടുത്തപ്പോൾ but once when I took the mission upon me, അവൾ പറയുന്നു, ഞാൻ കാണുന്നു, now she says, I ഞാൻ see the ശബ്ദം Lord. കേൾക്കുന്നു. I also hear his voice. ഈ പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പൈതലേ, Child of God who hears the voice of the Lord, അവന്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ are you willing to obey his commands? താമസമിനാ നാം അവനെ കാണാൻ പോകുകയാണ്. Soon you will see also. നമ്മുടെ കർത്താവ് വരാറായി, The Lord's coming is very near. കാഹളം ധ്വനിക്കാറായി, The trumpet of the Lord will അവന്റെ ശബ്ദം നാം കേൾക്കാറായി. you will hear his voice. നാം ഇപ്പോൾ അവന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, Only that we hear his നാം voice. അവന്റെ വേല ചെയ്യാൻ തയ്യാറാണെങ്കിൽ, We are willing to do നാം അവനെ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, willing to exalt him. നാം അവന്റെ സാക്ഷികളാകാൻ തയ്യാറാകുന്നെങ്കിൽ We are willing to be his. താമസമിനാ നാം അവനെ കാണാൻ പോകുകയാണ്. We are going to see him. നാം അവനോടുകൂടെ ഇരിക്കാൻ പോകുകയാണ്. Going to sit with നാം him. അവനോടുകൂടെ വാസിക്കാൻ പോകുകയാണ്. Dwell with him. എത്ര പേർക്ക് സന്തോഷമുണ്ട്? Many of you are എത്ര പേർക്ക് ഇപ്പോൾ സന്തോഷമുണ്ട്? going to rejoice. കരങ്ങളെ തട്ടി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah.
ആ ദൈവ സാന്നിധ്യം ഇന്നവരുടെ നടുവിലുണ്ട്. ആ ദൈവീയ മഹത്വം ഇന്നവരുടെ നടുവിലുണ്ട്. അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. അവൻ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടാൻ പോകുകയാണ്. അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈകൾ വെച്ചാട്ടെ. കർത്താവേ, നിന്റെ ജനത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ നീ ഈ പകൽ സൗഖ്യമാക്കണം. മദ്ദലക്കാരത്തി മറിയുടെ രോഗബന്ധനങ്ങളെ അടിച്ചു മാറ്റിയ ദൈവം, അവിടെ ശാപക്കെട്ടിനെ അടിച്ചു മാറ്റിയ ദൈവം, അവിടെ പൈശാചിക ബന്ധനങ്ങളെ തകർത്ത ദൈവമേ, ഈ ജനത്തിന്റെ കെട്ടുകളെ അറുത്തു മാറ്റി നീ ഇപ്പോൾ ഇവരെ സൗഖ്യമാക്കണമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടല്ലോ. ഓ, നിന്റെ വചനം അയച്ച് നീ അവരെ വിടുവിച്ചാട്ട്. ഓ, നീ സൗഖ്യമാക്കുന്ന ദൈവമാകയാൽ ഇപ്പോൾ തന്നെ നാഡി നരമ്പുകളിന്മേൽ, അസ്ഥികളിന്മേൽ, മാംസപേശികളിന്മേൽ, ബ്ലഡിന്മേൽ ആവരിക്കുന്ന രോഗബന്ധനങ്ങൾ ഈ ക്ഷണത്തിൽ അഴിയപ്പെടട്ടെ കർത്താവേ. ഈ ക്ഷണത്തിൽ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. ഈ രക്ഷയുടെ സന്തോഷം ഏറ്റെടുത്തുകൊണ്ട് ആത്മശക്തിയോടെ മുന്നേറുവാൻ ഈ ജനത്തെ നീ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥനകനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുവദിച്ച ദൈവദാസരുടെ സഭയോട് പ്രത്യേകം നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകണം.